ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മിന്നൂസ് കിച്ചൻ. അപ്പോൾ ഇന്നത്തേത് ഒരു ചമ്മന്തിയുടെ റെസിപ്പിയാണ്. നമ്മുടെ ചെമ്മീനും മാങ്ങ ഉപയോഗിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന ഒരു കുട്ടി ചമ്മന്തി കേട്ടോ. അപ്പോൾ നമ്മുടെ ഒറ്റ ചമ്മന്തിയും അതേപോലെ തന്നെ ഇച്ചിരി അച്ചാറും മാത്രം മതിയാവും ഒരു പ്ലേറ്റ് ചോറ് മുഴുവൻ നമുക്ക് കഴിക്കാനായിട്ട്. അത്രയ്ക്ക് ടേസ്റ്റുള്ള ചമ്മന്തിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി മറക്കാതെ കമൻസൊക്കെ അറിയിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ നമ്മുടെ അടിപൊളി ചമ്മന്തി റെഡിയാക്കുന്നതെന്ന്. അപ്പോൾ നമ്മുടെ ഈ ചമ്മന്തി റെഡിയാക്കാനായിട്ട് ആദ്യം തന്നെ നമ്മുടെ ചെമ്മീന് ഒന്ന് ചൂടാക്കി എടുക്കണം. ഇതിപ്പോൾ ഞാനിവിടെ ഉണക്ക ചെമ്മീൻ, നമ്മുടെ കുഞ്ഞ് ചെമ്മീനുണ്ടല്ലോ, അതാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇത് അവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. പാൻ നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ ഒരു അരക്കപ്പിൻ്റെ അടുത്ത് ചെമ്മീൻ നമ്മളിതാ ഇതിനകത്തേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുവാണ്. അതിനുശേഷം നല്ല രീതിയിൽ അതൊന്ന് കരിയാതെ ചൂടാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒട്ടും തന്നെ കരിഞ്ഞു പോകരുത്. പാൻ നല്ലതുപോലെ ചൂടായി കഴിഞ്ഞിട്ട് നമ്മുടെ ചെമ്മീൻ ഇട്ടതിന് ശേഷം ഗ്യാസ് ലോ ഫ്ലെയിമിലോ അല്ലെങ്കിൽ മീഡിയത്തിലോ വെച്ച് വേണം ചെയ്യാനായിട്ട്. ഇവിടെ നമ്മുടെ ചെമ്മീനിലൊക്കെ ആണെങ്കിൽ നന്നായിട്ട് തന്നെ ചൂട് കയറി വന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും റെഡിയായെന്ന് അറിയാനായിട്ട് നമ്മുടെ ഒരെണ്ണം എടുത്ത് ഒന്ന് പതുക്കെ ഒന്ന് കടിച്ച് നോക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ പതുക്കെ ഒന്ന് ഒടിച്ച് നോക്കുക. അപ്പോൾ ശരിക്കും റെഡിയായിട്ട് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം. അപ്പോൾ ശരിക്കും ആ പച്ചച്ചുവ നന്നായിട്ടൊന്ന് മാറി വന്നാൽ മാത്രം കേട്ടോ ചമ്മന്തി ഉണ്ടാക്കുമ്പോഴാണെങ്കിലും നല്ലൊരു ടേസ്റ്റി തന്നെ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ചെമ്മീനൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ചമ്മന്തിക്ക് വേണ്ടി ഞാനിവിടെ 2 മാങ്ങ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരുപാട് പുളിയൊന്നും ഇല്ലാത്ത മാങ്ങ ആയതുകൊണ്ട് കേട്ടോ 2 എണ്ണം എടുത്തത്. അപ്പോൾ പുളി നോക്കിയിട്ട് വേണം മാങ്ങ എടുക്കാനായിട്ട്. കൂടെ തന്നെ നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളകാണ് വേണ്ടത്. അപ്പോൾ മുളക് എടുക്കുമ്പോൾ സാധാരണ മുളകിനേക്കാളും നല്ല ടേസ്റ്റ് നമ്മുടെ ഈ കാന്താരി മുളകിനാണ് ഉണ്ടാവുക. അപ്പോൾ അത് എരിവ് നോക്കിയിട്ട് ആവശ്യത്തിന് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനിയിപ്പോൾ നമുക്കിതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. നമ്മുടെ ആ ചെമ്മീൻ ചൂടാക്കി വെച്ചതിൻ്റെ ആ തീ ചൂടൊന്ന് ആറിക്കഴിഞ്ഞപ്പോൾ നമ്മളത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. തീരെ അങ്ങ് തണുത്തൊന്നും പോകണ്ട കേട്ടോ. കൂടെ തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള നമ്മുടെ മുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ മുളക് ചേർക്കുമ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചും എരിവ് നോക്കിയിട്ടും വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അത് നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമാങ്ങയുടെ തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ടൊന്ന് നമ്മൾ മുറിച്ചെടുത്തതാണ്. അതും കൂടി നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ പച്ചമാങ്ങ മുറിക്കുമ്പോൾ തീരെ അങ്ങ് ചെറുതൊന്നും ആക്കണ്ട, എന്നാൽ ഒരുപാട് വലുതുമാക്കണ്ട. അപ്പോൾ നമ്മൾ അരച്ചെടുക്കാനുള്ള ആ ഒരു പരുവം നോക്കിയിട്ട് വേണം പച്ചമാങ്ങ മുറിച്ചെടുക്കാനായിട്ട്. അതും കൂടി നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നമുക്കിത് മൂന്നും നല്ല രീതിയിൽ തന്നെ ഒന്ന് അരച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ ചമ്മന്തിയൊക്കെ ആണെങ്കിലും ഇവിടെ നല്ല രീതിയിൽ തന്നെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. തീരെ അങ്ങ് പേസ്റ്റ് പോലും ഒന്നും ആവണ്ട കേട്ടോ. ഇതേപോലെ നന്നായിട്ടൊന്ന് കറക്കി ശരിക്കും ഒന്നങ്ങ് അരച്ചെടുത്താൽ മാത്രം മതിയാവും. അത് മാങ്ങയും കൂടി ചേർത്ത് അരയ്ക്കാൻ ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ മാങ്ങ ആദ്യം സെപ്പറേറ്റ് ഒന്ന് പതുക്കെ ഒന്ന് കറക്കിയെടുക്കുക നല്ല രീതിയിൽ. അതിനുശേഷം നമ്മുടെ ചെമ്മീനും അതേപോലെ തന്നെ പച്ചമുളകും ഉപ്പും കൂടി ചേർത്ത് ഒന്നും കൂടി ഒന്ന് കറക്കിയെടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ അത് നമ്മുടെ മിക്സിയുടെ ജാറിൻ്റെ ആ ഒരു പരുവം നോക്കിയിട്ട് വേണം ഒന്ന് ചെയ്യാനായിട്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്തേക്ക് വെളിച്ചെണ്ണയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ ചമ്മന്തിയിലേക്ക് വേറെ ഓയിലൊന്നും തന്നെ ചേർക്കരുത്. 2 ടേബിൾ സ്പൂൺ നല്ല വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കുക. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചമ്മന്തി ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചെമ്മീനും മാങ്ങയും ചമ്മന്തി എന്ന് പറയുന്നത്. അപ്പോൾ മാങ്ങ അരയ്ക്കുമ്പോൾ ഒന്ന് സൂക്ഷിച്ച് അരച്ചാൽ മാത്രം മതിയാവും. ഒരുപാടങ്ങ് അരഞ്ഞ് പേസ്റ്റ് പോലെ ആവാതിരിക്കാനായിട്ടും ശ്രദ്ധിക്കണം. നല്ല ചൂട് ചോറിൻ്റെ സൈഡിൽ നമ്മുടെ ചമ്മന്തിയും അതേപോലെ തന്നെ ഒരു പപ്പടവും അച്ചാറും കുറച്ച് രസവും കൂടിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചോറിന് വേറെ ഒന്നും തന്നെ വേണ്ട, അടിപൊളിയായിട്ട് നമുക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി മറക്കാതെ കമൻസൊക്കെ അറിയിക്കുക. ഒപ്പം തന്നെ വീഡിയോ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമ്മുടെ ചോറിൻ്റെ കൂടെ ഏറ്റവും എളുപ്പത്തിൽ റെഡിയാക്കി കഴിക്കാൻ പറ്റാവുന്ന ഒരുപാട് റെസിപ്പീസ് നമ്മൾ വേറെയും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ എല്ലാ റെസിപ്പീസും ഉണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കിക്കോളൂ. നമുക്കിപ്പോൾ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് സേഫായിട്ട് ഇരിക്കുക. ബൈ.